ഹലോ ഹായ് കൂട്ടുകാരി സഹോദരങ്ങളെ എല്ലാവർക്കും ഒരു നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? ഇത് കണ്ടു നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം ഉത്സവം നടന്ന അമ്പലം മണ്ണൂക്കുണത്ത് ക്ഷേത്രം. മണ്ണൂക്കുണത്ത് അമ്പലം അവിടെയാണ് ചോറ് ഊണൊക്കെ ഉണ്ടായിരുന്ന അവിടെയാണ് കേട്ടോ. പുല്ല് കിടക്കുന്നുണ്ടോ? എന്തോരം പുല്ലാണെന്ന് നോക്ക്. ഭയങ്കര പുല്ല് ഇതാണ്, കണ്ടില്ലേ? മഴ പിടിച്ചോണ്ടാണ് ഇത്രയും കാടിങ്ങനെ. മഴ എന്തോരം മഴയാണ്. ഇത് കണ്ട കാവ് കാവ് കാവ്. ഒരു പാട്ട് പാടാമെന്ന് വിചാരിച്ചു, പക്ഷേ ശ്വാസം വിട്ടു. ഈ ഉയരോട്ട് കയറി പോകുമ്പോഴേ മുകളിലോട്ട് നല്ല ഇത് തോരൻ വെക്കാൻ നല്ലതാണ്. തോരൻ വെക്കാൻ ഞാൻ എടുക്കുന്നില്ല, വെറുതെ കാണിക്കാൻ വേണ്ടിയിട്ട്. എന്താ നല്ല കുഞ്ഞത്, നമ്മുടെ ചുമന്ന ചീര പോലെയാണ്. ഇവിടെയൊക്കെ ഒരുപാടുള്ളത് കൊണ്ടേ ആരും എടുക്കില്ല. ഇതൊക്കെ ഇല്ലാത്ത സ്ഥലത്താണെങ്കിൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. എന്താ എന്തൊരു ഭംഗിയല്ലേ! ഇത് ചെടിയായിട്ട് പണ്ട് ഉപയോഗിക്കുന്നുണ്ട്. എന്താ നല്ല ഇതാണ്ട, എന്താ നല്ല പുരായിരിക്കും. ഇത് തോരൻ വയ്ക്കുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയോ? നമ്മുടെ തോരൻ പരിപ്പുണ്ടല്ലോ, സാമ്പാർ വയ്ക്കുന്ന പരിപ്പുണ്ടല്ലോ, സാമ്പാർ പരിപ്പ്, സാമ്പാർ പരിപ്പുണ്ടല്ലോ, ആ പരിപ്പ് ഒരു ശകലം വേവിച്ചിട്ട് ഇത് തോരൻ വെച്ച്, ഇത് കടുവൊക്കെ വറുത്ത് ഇത് കുഞ്ഞായിട്ട് അരിഞ്ഞിട്ട് കടുക് വറുത്ത് തേങ്ങയൊക്കെ ഇട്ട് അരപ്പൊക്കെ ഇട്ട് കിണ്ടിയതിന് ശേഷം നമ്മൾ ആ പരിപ്പ് വേവിച്ചത് അതിനകത്തോട്ടങ്ങിട്ടാൽ മതി. അതിനകത്തോട്ടിട്ട് കണ്ട കുഞ്ഞിതുണ്ട, നമ്മുടെ ബീട്രൂട്ടിൻ്റെ ഇല ഉണ്ട, അതേപോലെ കണ്ട കുറേ നിൽപ്പുണ്ട്. ഇതിൻ്റെ കൊതു. ഈ തേര് കയറി പോകുമ്പം കണ്ട പുല്ല് കണ്ട, പശുവിനൊക്കെ കൊടുക്കാൻ കൊള്ളാം, ആടിനൊക്കെ കൊടുക്കാൻ കൊള്ളാം. പക്ഷേ ഇതേ കൈ മുറിയും. ഇങ്ങനെ അയച്ച് പിടിച്ചിട്ട് വലിക്കുവാണെങ്കിൽ കൈ മുറിയും. ചെറുതായിട്ടാണെങ്കിൽ പിടിച്ചാൽ കൈ മുറിയില്ല. രാവിലെ ഇതിലേ വരുമ്പോൾ ഉണ്ടല്ലോ, ഇത് ഒരു തരം ചെടിയാണുണ്ടോ. ഇപ്പോൾ എല്ലായിടും എവിടെ നോക്കിയാലും ഉണ്ട്. ഈ സമയത്ത് ഇത് ചെടിയായിരുന്നു. കലംപൊട്ടി, ചെറിയ കലംപൊട്ടി കണ്ട. അവിടെ പന്നിശല്യം ഉണ്ട് കേട്ടോ. ഇനി ഒരു 7 മണിയാകുമ്പോൾ ഇവിടെയൊക്കെ പന്നിയാണ്. ഉണ്ടോ? ആയി കണ്ടോ, പന്നി ഓടിയിട്ടുള്ളതാണ്. പന്നി ഓടിയതാണ്, പന്നി ഓടി. ഞാൻ ചേച്ചിയുടെ വീട്ടിൽ പോവേണ്. എൻ്റെ വീട്ടിൽ നിന്ന് ചേച്ചിയുടെ വീട്ടിൽ പോവേണ്. ഇതൊന്നും ആരും വന്ന് മേടിച്ചില്ല. ഇത് പ്ലോട്ട് തിരിച്ചിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു, പക്ഷെ ആരും മേടിച്ചില്ല. വില കൂടുതലല്ലേ, അതുകൊണ്ട് ആരും വന്ന് മേടിച്ചില്ല. നല്ല ഭംഗിയല്ലേ പച്ചയൊക്കെ കിടക്കുന്നത്. ഇത് തോലാണ്, ആടിന് കൊടുക്കാൻ നല്ലതാണ്. ആടിന് കൊടുക്കാൻ കണ്ട, ആടിന് കൊടുക്കാൻ നല്ലതാണ്. എൻ്റെ അമ്മ നല്ല തേരി, നല്ല ഭംഗിയുണ്ടല്ലേ, പച്ച ഉണ്ടല്ലേ. കൊതു ഉണ്ട് കേട്ടോ, ഭയങ്കര കൊതു കടിച്ചിട്ട് എൻ്റെ കാല് ചൊറിഞ്ഞടത്ത്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഹോസ്പിറ്റലിൽ പോയില്ലേ, കാണിച്ചില്ലായിരുന്നു വീഡിയോ. അപ്പോൾ എന്തായാലും അത് കുറഞ്ഞ് ആൻറ്റിബയോട്ടിക് ഗുളിക തന്നായിരുന്നു കേട്ടോ. ആ ചൊറിഞ്ഞടത്ത സ്ഥലത്ത് പുരട്ടാനുള്ള ക്രീമും കൂടെ തന്നായിരുന്നു. അങ്ങനെ അത് കുറഞ്ഞു. ഇത്
എന്തോ കാടെന്തോ ആണ്. ശ്വാസം മുട്ടുന്നു. മഴയൊക്കെ ആയതുകൊണ്ട് ഇത്രയും ഒരുപാടങ്ങ് കാടാകുന്നു. അല്ലെങ്കിൽ പിന്നെ ഇത്രയും കാടങ്ങാവൂല. ഇതൊക്കെ കൊടുക്കായിട്ടേക്കുന്ന പരിപാടിയാണ്. ആരും മേടിക്കുന്നില്ല, ഇപ്പോൾ വിലയൊക്കെ കൂടുതലല്ലേ. അവിടെ ഒരു ചെടി ഇരിക്കുന്നു. നമുക്ക് ആ പൂവൊന്ന് കണ്ടിച്ചും പോകാം കേട്ടോ. ചക്ക കിടക്കുന്നുണ്ട്, എല്ലാം വിളഞ്ഞിരിക്കുകയാണ്. ഇന്നലെ ഒരു ചക്ക എടുത്ത് ആവിച്ചായിരുന്നു. ആവിച്ച് മുളക് ഞവടി ഉണ്ടോ, നല്ല ഭംഗിയല്ലേ. മണം ഉണ്ടല്ലോ. വെള്ള ചെമ്പരത്തിയിലാണ്ട്, വെള്ള ചെമ്പരത്തി. ഇതിങ്ങനെ നിൽക്കുന്നെങ്കിലും പൂവ് ചുവപ്പ് തന്നെയാണ് കേട്ടോ. ചെമ്പരത്തി, വെള്ള ചെമ്പരത്തി. എന്നാ പിന്നെ ടാറ്റ സഹോദരങ്ങളെ. പാട്ട് പാടാൻ പറ്റിയൊരു അവസ്ഥയല്ല. ശ്വാസം വിട്ടും കേട്ടോ. ഇപ്പം ഇങ്ങോട്ട് തേരി കയറി വന്നോണ്ടേ, തേരി കയറി വന്നതുകൊണ്ട് ശ്വാസം മുട്ടും. അമ്മ, കൊതു, ഭയങ്കര കൊതു. പിന്നെ ടാറ്റ സഹോദരങ്ങളെ. ചെമ്പരത്തി ചെമ്പരത്തി പൂവേ ചൊല്ലേ ദേവനെ നീ കണ്ടോ, അമ്പലത്തിരുന്നല്ലയോ സുന്ദരഘോഷം. എന്തൊരു ഭംഗിയെന്നൊക്കെ അല്ലേ ഈ ചെടിയൊക്കെ അല്ലേ. ഇതിൻ്റെ ചുവപ്പുണ്ട്, അവിടെ നിൽക്കുന്നുണ്ട്. ചെമ്പരത്തി പൂവേ ചൊല്ലേ ദേവനെ നീ കണ്ടോ. ടാറ്റാ ടാറ്റാ. ഓ, തേരി വന്ന്